ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് വന്ന പുള്ളിങ്കോസ്. അപ്പോൾ ഇവന്മാരുടെ കാര്യം പറയുവാണെങ്കിൽ ഇവന്മാർക്ക് ഇതുവരെ സീസൺ ഔട്ട് ആയിട്ടില്ല. എങ്ങനെ ആവാനാ? ഡെയിലി ഇട്ടിട്ട് അങ്ങ് പോവില്ലേ, പിന്നെ എങ്ങനെ ഇവന്മാർക്ക് സീസൺ ഔട്ട് ஆவானா? ஹாய் ஃப்ரெண்ட்ஸ், நான் வந்து திருச்சியிலேருந்து கலர் பண்ண சென்னைக்கு வந்திருக்கேன். சென்னை ஐநாபுரம் அண்ணன் இன்ஸ்டாவில் பார்த்துருக்கேன், வீடியோலாம் தரமாக போகிறாரு. எனக்கு ஆசை இருந்துச்சு அடிக்கணுன்ட்டு. அண்ணன்ட்ட கேட்டேன், சேட் பண்ணேன், இந்த மாதிரி வாங்கினாங்க. அதான் வந்திருக்கேன். அதில் இந்த மாதிரி കളർ അടിക്കുമ്പോൾ உங்களுக்கு വേணும்னா அங்கே வாங்க, என்னண்ணே അടിച്ചു വിട്ടുമോ? അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പുള്ളിങ്കോ. അപ്പോൾ ഇവനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവനൊരു മികച്ച വാണമാണെന്ന് എല്ലാവരും പറയുന്നത്. ഇനി മുടിക്കകത്ത് കളർ ചെയ്തേക്കുന്ന ഒരുമാതിരി ലെയർ പോലെ, ഒരു സൈഡ് വേറെ കളർ, ഒരു സൈഡ് വേറെ കളർ. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗുണം ഇതിനെക്കുറിച്ചുള്ള. വേണമെങ്കിൽ നമുക്ക് ബാത്റൂമിലെ ബ്രഷ് ആയിട്ട് വരെ ഉപയോഗിക്കാം. അമ്മമാരുടെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇജാതി സാധനം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. திருப்பி போட்டு வச்சோம் ஒரு சாப்பா ஏந்து ஓடிச்சு பாப்பா. ഈ കാണിച്ചോണ്ടിരിക്കുന്ന വാണത്തരമാണോ ഇപ്പോഴത്തെ മാസ്? എന്താ കോലമാണ് ഇതിന്റെയൊക്കെ, ഒരുമാതിരി ഒട്ടിക്കിടക്കുന്ന പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ആണോ ഇല്ലയോടാ നിനക്കൊക്കെ? பெரிய டான்சர் போல. எப்படி மச்சா கரெக்டா சொல்ற? தூக்கத்துல கூட ஆண்டுக்கிறீங்க. അവന്മാരെന്തൊക്കെയോ കാര്യമായിട്ടിരുന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴത്തെ ഒന്നും അല്ല കേട്ടോ. നേരത്തെ അങ്ങാണ്ട് ഞാൻ ഇതുപോലെ യൂട്യൂബിൽ അങ്ങോട്ട് യുവ കയറി നോക്കിയപ്പോൾ കണ്ടേ, ചുമ്മാ എടുത്തേക്കാന്ന് വിചാരിച്ച്. ഇവന്മാരൊക്കെ ശല്യം കാരണം റോഡിൽ കൂടെ എങ്ങനെയാണ് ആൾക്കാരൊക്കെ പോകുന്നത്? பிறந்த மண்ணு மெட்ராஸு, நாங்க இல்லடா புதுசு, இதை நகரமாக்கி வச்சு எங்களை நவர சொல்லுது அரசு. சென்னை என்பது கருப்பர் நகர, உண்மையை இப்ப உறக்க சொல்லணும். வேசர் பாடி வண்ணர பேட்டை, நாங்க தந்தது ஜார்ஜ் கோட். ഒരു ഗ്യാങ്ങിൽ ഒരുത്തം പൊട്ടനാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷെ ഈ ഗ്യാങ്ങിനകത്ത് ഇവന്മാര് മൊത്തത്തിൽ പൊട്ടന്മാരാണല്ലോ. இல்லை, உங்களை ஃபாலோ பண்ணும் போதெல்லாம் இது சொல்லணும்னு நினைப்பேன். என்ன சொல்லணும்? நீங்க தாங்க என் லைஃபோட கோலே. ஏன் இப்படி சொல்றீங்க? உங்களை பார்க்கும் போதெல்லாம் போடணும்னு தோணுங்க. ഇവന്റെയൊക്കെ അടുത്തോട്ടൊരു പെണ്ണ് വരുമോ? കുണം അപ്പോഴേ മനസ്സിലാവും എങ്ങോട്ടാണ് ഇവന്റെയൊക്കെ പോക്ക്. இப்போ வந்து எல்லாம் என்ன இது புள்ளிங்களா? புள்ளிங்க இது வந்து ரொம்ப நாள் ஆகுது, தெரியாதா உங்களுக்கு? இதான் இப்ப ட்ரெண்ட். இப்பதான் പുള്ളിങ്കോ ഇവൻ ഏതോ മരവാണോ അങ്ങാണ്ട. சரிங்களா பாக்குது. இந்த மாதிரிலாம் போனதான் 4 பேர் மதிப்பாங்களே. ஃபர்ஸ்ட்லாம் நான் ஸ்கூல் படிக்கும் போல யாருமே மதிக்க மாட்டாங்க. 1000 ஃபாலோவர்ஸ் எப்போ ஹேஷ்ல மாத்தணும், டிக்டாக்ல ஏறணும். அப்பத்துல இருந்து இன்ஸ்டால ஃபாலோவர்ஸ் வர மாதிரி காத்திருந்தா இப்ப 35,000 ஃபாலோவர்ஸ் 35,000 ஃபாலோவர்ஸ் இருக்குது. உண்மையாதான் நம்ம வந்துல இந்த மாதிரிலாம் பண்ணா 4 பேர் திட்டுவாங்க. பிலானிச்சனா வேஸ்ட் ஆயிடுவான். എവൻ നമ്മളെ തട്ടി ഊറാണ് ഇതുപോലെ പുള്ളിങ്ങൊക്കെ ആയ എന്തോന്ന് വെച്ചാൽ ഇവന് ഫോളോവർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ല ആലോചിക്കുന്നത്, ഇവന്റെ എന്തോ കണ്ടിട്ടാണ് ആൾക്കാരെല്ലാം കൂടെ ഇവനെ ഫോളോ ചെയ്ത്. ഇവനെ ഫോളോ ചെയ്തവരെല്ലാരും തലയിരിച്ചവന്മാരാ. നടുക്കി നിൽക്കുന്നവൻ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ വല്ല ചാടി വന്നതാണോ? അവന് തീരെ വയ്യാൻ തോന്നല്ലോ. അവന്മാരൊക്കെ അല്ലേലും വയ്യാത്തവന്മാരാ. ഈ കോളനി വാണങ്ങളെ കൊണ്ട് തോറ്റല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവന്മാർക്ക് ഒരിക്കലും സീസൺ ഔട്ട് വരത്തില്ല. കാരണം വെച്ചാൽ ഇവന്മാർ ഡെയിലി ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ വരാനാ സീസൺ ഔട്ടൊക്കെ? എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി എനിക്കിത് കാണാനുള്ള ത്രാണിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. ലൈക്ക്, ഷെയർ, അതുപോലെ കാരണം എല്ലാം നിങ്ങൾ ചെയ്തേക്കണം. പിന്നെ ബെല്ലൈക്കൺ മസ്റ്റ് അത് ഞെക്കിയാലേ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.